നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബിക്ക് രൂക്ഷ വിമർശനം. സിഇഒയ്ക്ക് അമിതാധികാരം നൽകിയത് ചട്ടവിരുദ്ധം. വായ്പാ ബാധ്യത 21,000 കോടി രൂപയെന്നും കിഫ്ബി ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും ധവളപത്രം. ട്രഷറി പ്രതിസന്ധി രൂക്ഷം. വരുമാനത്തിൽ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്ക് വിരമിക്കൽ പ്രായം ഉയർത്താനും നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടിമുടി മാറ്റം വേണമെന്ന ധവളപത്രം. ബെവ്കോ, സപ്ലൈകോ ലയനം വേണമെന്നും KSEB സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണമെന്നും ആവശ്യം. ധവളപത്രം തയ്യാറാക്കേണ്ടത് ധനവകുപ്പെന്നും ഇത് പൊളിറ്റിക്കൽ രേഖയെന്നും പിണറായി വിജയൻ. ധവളപത്രം ഉമ്മാക്കിയല്ല എന്ന് നന്ദിപ്രമേയത്തിൽ മുഖ്യമന്ത്രി. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവ് റൂറൽ SP-യുടെ അപേക്ഷയിൽ ഇനി സമയം അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന പരാതി. 46-കാരനായ നാദാപുരം വാണിമേൽ സ്വദേശി റീജിത്താണ് ഇന്ന് പുലർച്ചെ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. 10 മാസം മുൻപ് ഇടത് കിഡ്നിക്ക് പകരം വലതുവശത്ത് ശസ്ത്രക്രിയ ചെയ്തതോടെ രോഗിയുടെ നില വഷളായി എന്നാണ് പരാതി. വീണ്ടും ഇതേ രോഗിക്ക് ഇടതുവശത്ത് സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കും വരെ ആക്രമണം നിർത്തിവെക്കണമെന്ന ജനപ്രതിനിധി സഭ. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ തടയണമെന്ന പ്രമേയത്തിന് അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ പ്രത്യാക്രമണവുമായി ഇറാൻ. തകർത്തത് അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണമായതെന്നും ഡ്രസ് ചെയ്ത മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതിയതായി ഡ്രസ് ചെയ്യാനോ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നും അന്വേഷണ റിപ്പോർട്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ. ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രം. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്നും പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത ഋതപ്രതാപ് ബാനർജി അറിയിച്ചു. 8-ാം തീയതി ഡൽഹിയിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ മമത പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. ചില സ്ഥലങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ലഹരിമരുന്ന് കച്ചവടക്കാരായി മാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. DJ പാർട്ടികളിലും പരിശോധന വ്യാപകമാക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. നമുക്ക് ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. പങ്കിടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും അമ്മ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവം തുടരുന്നു. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.